ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ദിവസത്തേക്ക് നോക്കിയായിരുന്നോ? പ്രോബ്ലം ഒക്കെ ചെയ്തായിരുന്നോ? ഓക്കെ. പിന്നെ നമ്മൾ പുതിയൊരു ടോപ്പിക് ആണോ പഠിക്കുന്നത്? ഏരിയ ഓഫ് റോംബസ്. റോംബസ് എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാരും? ഓക്കെ. എന്താണ് അനശ്വര റോംബസ് എന്ന് വെച്ചാ? റോംബസ് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന് 4 സൈഡ്സ് ഉണ്ട്. ഓക്കെ, 4 സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ റോംബസിന്റെ ഷേപ്പ് എന്തായിരിക്കും? കൃഷ്ണപ്രിയ പറയാമോ? റോംബസിന്റെ ഷേപ്പ് എന്താണ്? ഡയമണ്ട് ഷേപ്പ്. ഡയമണ്ട് ഷേപ്പ് ആണ്. വെരി ഗുഡ്. ഡയമണ്ട് ഷേപ്പ് ആണ് റോംബസിന്റെ ഷേപ്പ്. അങ്ങനെയാണെങ്കിൽ ബോർഡിൽ ആരാ ഒരു റോംബസ് വരയ്ക്കുന്നത്? കൃഷ്ണപ്രിയ റോംബസ് എന്ന് വരച്ചാണ്. റോംബസ് വരച്ചിട്ട് റോംബസിന്റെ പേരുകൾ കൊടുക്കണം കേട്ടോ. ABCD കൊടുക്കാം. വെരി ഗുഡ്. കൃഷ്ണപ്രിയ വരച്ചിരിക്കുന്നതാണ് റോംബസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും പഠിച്ചു വരുന്നതാണ് റോംബസ്. അങ്ങനെ അപ്പം റോംബസ് കണ്ടു. ഈ റോംബസിന് എത്ര ഡയഗണൽസ് ഉണ്ടായിരിക്കും പറയാമോ അനശ്വര? എത്ര ഡയഗണൽസ് ആണ് റോംബസിനുള്ളത്? 2 ഡയഗണൽസ്. വെരി ഗുഡ്. 2 ഡയഗണൽസ്. 2 ഡയഗണൽസ് ഒന്ന് വരയ്ക്കാമോ അനശ്വര? ഒന്ന് വരച്ചാണ്. സെന്റർ പോയിന്റ് O എന്ന് വരും. ഓക്കെ, നമ്മളെന്താ റോംബസ് വരച്ചു. റോംബസിന് എന്തും വരച്ചു? ഡയഗണൽസ് വരച്ചു അല്ലേ? ഈ ഫിഗറിലൂടെ നോക്കിയാണ് എല്ലാവരും കാണുമ്പോ എന്താ തോന്നുന്നേ? എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫിഗറിൽ? എത്ര ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ട്? 4. വെരി ഗുഡ്. 4 ട്രയാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ പഠിച്ച ടോപ്പിക് എന്തായിരുന്നു? ഏരിയ ഓഫ് റോംബസ് ആണ് പഠിക്കുന്നത്. ഈ ഫിഗർ നോക്കിയിട്ട് റോംബസിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ? ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, കറക്റ്റ് ആണ്. എന്താണ് ഈ 4 ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ സം എടുത്താൽ മതിയല്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? റോംബസിന്റെ ഏരിയ കിട്ടുന്നതായിരിക്കും അല്ലേ? ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ 2 ഡയഗണൽസ് അല്ലേ ഉള്ളത്? ഞാൻ ഒരു ഡയഗണലിന് D1 എന്നും മറ്റേതിന് D2 എന്നും പേര് കൊടുക്കുവാണേ. ഓക്കെ, അതായത് AC എന്ന് പറയുന്ന ഡയഗണലിന് D1 എന്നും DD എന്ന് പറയുന്ന ഡയഗണലിന് D2 എന്നും പേര് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ OA, OD, OC, OB ഇതിന്റെയൊക്കെ ലെങ്ത് എന്താണെന്ന് പറയാമോ? ഞാൻ ഓരോന്ന് പറയാം, ഓരോരുത്തരായിട്ട് പറയണം കേട്ടോ. OAയുടെ ലെങ്ത് എന്തായിരിക്കും? AC-യുടെ ലെങ്ത് എന്താണ്? D1 ആണ്. അങ്ങനെയാണെങ്കിൽ OAയുടെ ലെങ്ത് എന്തായിരിക്കും? D1. ഓക്കെ, കറക്റ്റ് ആണ്. ഹാഫ് D1 ആണ് OAയുടെ ലെങ്ത്. അങ്ങനെ OBയുടെ ലെങ്ത് എന്തായിരിക്കും? BDയുടെ ലെങ്ത് D2 ആണ്. അങ്ങനെയാകുമ്പോൾ OBയുടെ ലെങ്ത് എന്തായിരിക്കും? ഹാഫ് D2. വെരി ഗുഡ്. ഹാഫ് D2. അതുപോലെ ബാക്കി പറയാമോ? OCയുടെ എന്തായിരിക്കും? ഹാഫ് D1. ഹാഫ് D1. അതുപോലെ ODയുടെ എന്തായിരിക്കും? ഹാഫ് D2. ഹാഫ് D2. നമുക്ക് എന്ത് വേണം? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ? 4 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ കൃഷ്ണപ്രിയ എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല? ഹാഫ് BH. ഓക്കെ, കറക്റ്റ്. ഹാഫ് BH ആണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല. ട്രയാങ്കിളിന്റെ BH എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും മനസ്സിലാ? B എന്തായിരിക്കും? ബേസ് ഓഫ് ദ ട്രയാങ്കിൾ. H എന്തായിരിക്കും? ഹൈറ്റ്. കറക്റ്റ്. B എന്ന് പറയുന്ന ബേസും H എന്താണ്? ഹൈറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഓരോ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണേ. ആദ്യത്തെ ട്രയാങ്കിളിന്റെ പേര് എന്തുവാ? ABM. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABO. ഓക്കെ, എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു സൈഡ് എടുക്കുക അല്ലേ? BO ഇൻറ്റു AO. എല്ലാം റെക്ടാങ്കിൾ ട്രയാങ്കിൾസ് അല്ലേ? സോ ബേസ് എന്ന് പറഞ്ഞ BO യും ഹൈറ്റ് എന്ന് പറഞ്ഞ AO യും അല്ലേ? സോ ഹാഫ് ഇൻറ്റു BO ഇൻറ്റു AO. എന്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഓരോന്നിന്റെയും? BOയുടെ എന്തുവാ? ഹാഫ് D2. ഹാഫ് D2. AOയുടെ എന്തുവാ? ഹാഫ് D1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എത്ര ആൻസർ പറഞ്ഞാണ്? D1 D2/8. വെരി ഗുഡ്. D1 D2/8 and നമുക്ക് 1/8 D1 D2 എഴുതാല്ലേ? ഇതുപോലെ എല്ലാവരും നോട്ട്ബുക്കിൽ അവർ ബാക്കി 3 ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞാണ് ഓരോന്നിന്റെ ഏരിയ എത്രയാണെന്ന്.
ട്രയാങ്കിൾ ബി ഒ സിയുടെ ഏരിയ എന്തായിരിക്കും? 1/8 d1 d2. ഓക്കെ, 1/8 d1 d2. ഇതുപോലെ ബാക്കി രണ്ടിന്റെയും ഏരിയ 1/8 d1 d2 തന്നെയാണ് കിട്ടിയത്. 1/8 d1 d2. നമ്മുടെ എ ഒ ഡിയുടേത് ഇത് തന്നെയാണ്, 1/8 d1 d2 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന് സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഈ 4 ട്രയാങ്കിൾസിന്റെ ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? റോംബസിന്റെ ഏരിയ കിട്ടും. Area of rhombus is equal to സം ചെയ്യണം അല്ലേ? ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ സം ചെയ്യണം. 1/8 d1 d2 plus 1/8 d1 d2 plus 1/8 d1 d2 plus 1/8 d1 d2. അതായത് 4 into 1/8 d1 d2 അല്ലേ? 4 ഉം 8 നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 d1 d2 കിട്ടില്ലേ? എന്താണ് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല? എന്താണ്? 1/2 d1 d2. d1 എന്ന് പറയുമ്പോൾ ഒരു ഡയഗണലിന്റെ ലെങ്തും d2 എന്ന് പറയുമ്പോൾ മറ്റേ ഡയഗണലിന്റെ ലെങ്തും. അതായത് ഡയഗണൽസിന്റെ പ്രോഡക്റ്റിന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത്. കിട്ടാൻ